തുടർഭരണത്തിനായി കച്ചമുറുക്കിയിരിക്കുകയാണ് LDF. തുടർഭരണം ലക്ഷ്യമിട്ട് തന്നെയാണ് പ്രചാരണമെല്ലാം ഇങ്ങനെ നടക്കുന്നത്. കേരളത്തിൽ LDF UDF സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്ന ആ പതിവ് കഴിഞ്ഞ തുടർഭരണത്തോടെ മാറുകയും ചെയ്തു. ഇനി മൂന്നാമതും LDF സർക്കാർ വന്നാൽ അത് ആർക്കാണ് കേട് എന്നുള്ളതാണ്. തുടർഭരണം ദുരധികാരമായി മാറുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ. പാർട്ടിയെ വിമർശിക്കാൻ ജനങ്ങളിൽ ഭയം വർദ്ധിക്കും എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. സച്ചിദാനന്ദന്റെ വാക്കുകൾ ജനങ്ങളെ വലിയ തരത്തിൽ ബാധിക്കും. അനുനയ നീക്കത്തിന് കിടഞ്ഞു പരിശ്രമിക്കുകയാണ് CPIM. എന്തായാലും സച്ചിദാനന്ദന്റെ ഈ വാക്കുകൾ പ്രതിപക്ഷത്തിന് ലഭിച്ച ഒരു ആയുധം കൂടിയാണ്. അപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത്. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ലെവിൻ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, അവർ പറയുന്നത് കേൾക്കാം. അധികാരം കുത്തകയാകും തോറും അത് ദുരധികാരമായി മാറുന്നു. സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദന്റെ വാക്കുകളാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മൂന്നാം ഭരണം LDFന് ലഭിക്കുമോ? ഭരണം ലഭിച്ചാൽ അത് CPMന് തിരിച്ചടിയാകുമോ? സംഘടനാ സംവിധാനങ്ങൾ തകരുമോ? തൃശ്ശൂരിൽ നിന്നും ജനങ്ങൾ പ്രതികരിക്കുന്നു. തുടർഭരണം കൊണ്ട് കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. തുടർഭരണം കൊണ്ട് അത് ഇപ്പോൾ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇതാണല്ലോ. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല, എന്നാലും കുഴപ്പമില്ല. തുടർഭരണം നമുക്ക് വരണമെന്ന് എനിക്ക് താല്പര്യമില്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമുക്ക് വേറെയും പാർട്ടികൾ ജസ്റ്റ് നോക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഓരോ ഗവൺമെൻറ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാമല്ലോ. CPMനെ തകർക്കുമെന്നുള്ളതും കൂടെ അത് നാടിനെ തകർക്കും. പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ നാട്ടിൽ ഇടമില്ലാത്ത രീതിയിലാകും. ബംഗാൾ പോലത്തെ അവസ്ഥ. CPM തകരാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം രണ്ടാമത്തെ ഒരു സാധ്യത നേതാവിനുള്ള സാധ്യത കാണാനില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണക്കാരുടെ പ്രതിനിധിയാണ് മറ്റേ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റും. അതിൽ ചിലപ്പോൾ കുത്തുകളുള്ള ചില ആളുകളുണ്ടാവും, അത് കണക്കിലെടുക്കണ്ട. അടുത്ത തവണ ഒരു വരണം, ഇവിടെ പല പദ്ധതികളും പൂർത്തീകരിക്കുന്ന അവർ വരണം. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരേ ഒരു പാർട്ടി ഏത് പ്രസ്ഥാനമായാലും അത് തുടർന്ന് വരിക എന്ന് പറയുന്നത് അവരെ ചോദ്യം ചെയ്യാൻ വേറെ ഒരു സൈഡില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഘടനാ സമയം കൂടുതൽ അധികാരത്തിലേക്ക് പോകുന്തോറും അവർക്ക് അഴിമതി ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അത് തുടർഭരണത്തെ ബാധിക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അവർ തന്നെ തുടർഭരണം വരുമെന്ന്. CPM വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നല്ല ഭരണമാണല്ലോ പുള്ളി കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. തുടർഭരണം കോൺഗ്രസ് ഭരിക്കണം, ജീവിക്കാൻ പറ്റണമെങ്കിൽ. CPM വേണ്ടേ വേണ്ട, പിണറായി എന്ന് പറഞ്ഞ സാധനം വേണ്ടേ വേണ്ട. ജനങ്ങൾക്കൊരു ചെറിയ വെറുപ്പ് പോലെയാണ് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ അവസാന നിമിഷത്തിൽ ഇപ്പോൾ 2000 രൂപയ്ക്ക് എന്നുള്ളത് ജനങ്ങളെ ഒരു ഇതാക്കാന്നുള്ളൊരു സംവിധാനമാണ്. ആരെങ്കിലും ഭരണം നടക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അവരുടെ ഭരിക്കട്ടെ, അവരുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ തുടർഭരണം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമായിട്ടുള്ളത്. എല്ലാ രംഗത്തും നല്ല വികസനം. തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്നത് കൊണ്ടാണെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ തുടർച്ചയായിട്ട് അധികാരങ്ങൾ കിട്ടുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവർ കൂടുതൽ മുതിരുന്നില്ല എന്നുള്ളതാണ്. ലോക്കൽ നേതാക്കന്മാരുടെ ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു വൈകല്യം ഉണ്ട്. ചുരുങ്ങിയ സമയങ്ങൾക്കിടയിൽ തൃശ്ശൂരിൽ പ്രതികരണങ്ങൾ തേടിയപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും LDF തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ തുടർഭരണം ഉണ്ടാകുമ്പോൾ സംഘടനാ സംവിധാനങ്ങളെ അത് ബാധിക്കുമെന്നും ബംഗാളിലെ അവസ്ഥ CPMനും CPIക്കുമൊക്കെ കേരളത്തിലും ഉണ്ടാകുമെന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും ജനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടു. ക്യാമറമാൻ ദിലീപിനൊപ്പം ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.